Welcome to Recipes for Easy Cooking. ഗോതമ്പ് പൊടി വെച്ച് ധാരാളം പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഗോതമ്പിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കുന്ന എല്ലാ പലഹാരങ്ങളും വളരെയധികം ഇഷ്ടമുണ്ടാവും. സാധാരണ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തി, ദോശ, പുട്ട് ഇതൊക്കെയാണ് ഗോതമ്പ് പൊടി വെച്ച് ഉണ്ടാക്കാറുള്ളത്. ഇന്ന് ഞാൻ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഗോതമ്പ് ഇഡ്ഡലിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ അരക്കപ്പ് തേങ്ങാപ്പൊടി എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഇത് ഉണങ്ങിയ തേങ്ങാപ്പൊടി ആയതുകൊണ്ട് ഇതൊന്ന് കുതിർന്ന് വരാനായിട്ട് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. തേങ്ങാപ്പൊടി ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അരച്ചെടുക്കണം. സാധാരണ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെങ്കിൽ ഇതുപോലെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അരച്ചെടുത്താൽ മതി. ഇതിനെ ഇതുപോലെ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട ശേഷം ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പകുതി പച്ചമുളക് ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ എരിവില്ലാത്ത പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇഞ്ചിയും പച്ചമുളകും ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും എരിവില്ലാത്ത പച്ചമുളക് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇഡ്ഡലിക്കൊട്ടും തന്നെ എരിവുണ്ടാവില്ല. ഇനി ഇതുപോലെ 1/2 ടീസ്പൂണോളം ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ അല്പം കറിവേപ്പില കൂടെ ഇട്ട ശേഷം ഇതെല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് ഞാൻ അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടെ ഒഴിച്ച ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇഡ്ഡലി മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത ശേഷം മാവിനെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത ശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഗോതമ്പ് പൊടി ഓരോ ബ്രാൻഡിലും ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാവും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇഡ്ഡലി പാറ്റേണിൻ്റെ കൺസിസ്റ്റൻസിയിലായി വരണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാനിതിൽ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നേരത്തെ തേങ്ങയിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതുകൂടെ ചേർത്ത് 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ചില ബ്രാൻഡ് ഗോതമ്പ് പൊടിയാണെങ്കിൽ 1.5 കപ്പ് വെള്ളം വരെ ആവശ്യമുണ്ടാവും. അപ്പോൾ അത് നോക്കിയ ശേഷം വെള്ളം വേണമെങ്കിൽ മാത്രം കൂടുതൽ ചേർത്താൽ മതി. മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. മാവ് മിക്സ് ചെയ്തെടുത്ത ശേഷം ഉടനെ തന്നെ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കിയ ശേഷം ഇഡ്ഡലി തട്ടിൽ അല്പം എണ്ണ തേച്ച് സാധാരണ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ തന്നെ മാവ് ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി. വെള്ളം നന്നായി തിളച്ച ശേഷം ഇതുപോലെ ഇഡ്ഡലി തട്ട് ഇഡ്ഡലി പാത്രത്തിനകത്തേക്ക് വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇഡ്ഡലി വെന്തിട്ടുണ്ടാവും. ഈ ഇഡ്ഡലി സാധാരണ ഇഡ്ഡലി കഴിക്കുന്നത് പോലെ തന്നെ സാമ്പാറോ ചട്നിയോ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഈ ഇഡ്ഡലി വെന്തിട്ടുണ്ട്. ഇത് നന്നായി തണുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഗോതമ്പ് പൊടി വെച്ച് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഹെൽത്തി ഇഡ്ഡലി ഗോതമ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.